ഇന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഉച്ചയ്ക്ക് മാവിലാക്കടപ്പുറത്ത് ജുമഅ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പ്രവർത്തകർ എന്നെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അതാ വിവാഹം ഉറപ്പിച്ച് പ്രതിശ്രുത വധുവിന് മോതിരം കൈമാറി, അഥവാ വിവാഹം ഉറപ്പിച്ച് കാത്തിരുന്ന ഒരു കല്യാണം കാത്തിരുന്ന ചെറുപ്പക്കാരനാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. SSFന്റെ സജീവ പ്രവർത്തകനായ അൽത്താഫ് എന്ന യുവാവ് ഉപ്പാനെയും കൊണ്ട് മംഗലാപുരത്ത് ആശുപത്രിയിൽ പോയി. ആശുപത്രിയുടെ ലോഞ്ചിൽ ഇരിക്കുമ്പോൾ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നതാ കയ്യിൽ നിന്ന് മൊബൈൽ നിലത്ത് വീഴുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അൽത്താഫ് വീണ് കിടന്ന് പിടക്കുന്നു. നിമിഷം കൊണ്ട് മരണപ്പെട്ടുപോയി. ആ ചെറുപ്പക്കാരന്റെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ SSFന്റെ പ്രവർത്തനത്തിന് രാപ്പകലില്ലാതെ ഓടിയിരുന്ന സമയത്ത് ഉമ്മ ചോദിച്ചു അത്രേ, മോനെ നീ എവിടേക്കാണ് പോണത്? എന്ത് പ്രവർത്തനങ്ങളാണ്, എന്ത് തിരക്കാണ്? അപ്പോൾ പറഞ്ഞു, ഉമ്മ ഞാനീ പോണത് എന്തിനാണെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ആ പ്രവർത്തകൻ പ്രവർത്തിച്ചത് ഞാൻ മരിച്ചാൽ എനിക്ക് ദുആ കിട്ടുമെന്ന നിലക്കാണ്, ആളുകൾ മയ്യത്ത് നിസ്കരിക്കുമെന്ന നിലക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഈ വേദിയിൽ പറയുന്നത്. ഓ ചെറുപ്പക്കാരെ, നമ്മൾ SSFൽ ജോയിൻ ചെയ്യണം. SSFന്റെ പ്രവർത്തകരാവണം. SSFന്റെ പ്രവർത്തനം തുടർന്ന് SYSൽ പങ്കാളികളാവണം. SYSന്റെ പ്ലാറ്റിനം ഇയറാണ്. പദ്ധതികൾ ഏറ്റെടുത്ത് യൂണിറ്റുകളിൽ നടപ്പിലാക്കണം. ഗ്രാമസഭകൾ പ്രൗഢമാക്കണം. പ്ലാറ്റിനം ഇയറിലെ ഓരോ പദ്ധതിയും ഓരോ ഘടകത്തിലും ശക്തമായി നടക്കണം. അതിക്കാലഘട്ടത്തിലെ സമഗ്രമായ സാമൂഹിക നിർമ്മിതിയാണ്, ദഅവാ പ്രവർത്തനമാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ശരിയായ ദഅവത്താണ്. അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. കേരള